അപ്പോൾ നമുക്കിനി അവസാനമായിട്ട് എന്ത് ചെയ്യാം, അരിത്മെറ്റിക്കൽ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. ഓക്കെ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എല്ലാവർക്കും അറിയാം, എല്ലാവരും വളരെ നിസ്സാരമായിട്ട് മാറ്റി വെക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഇവിടെ അങ്ങനെ എക്സ്ട്രാ പഠിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലതൊക്കെ ശരിയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, അതുപോലെ തന്നെ ആവറേജ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഇവിടെ വരുന്നുള്ളൂ. എക്സ്ട്രാ കൺസെപ്റ്റുകളൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യാതെ ഒരു മാറ്റി വെക്കുന്ന ഒരു ഏരിയയാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. പക്ഷേ ഇതെന്താണ്, നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റിയ ഏരിയയാണ്. കാരണം നമുക്ക് പല ട്രിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ നിൽക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു 7 ചോദ്യം 8 ചോദ്യങ്ങളാണ് Tier 2 ചോദിക്കാറുള്ളത്. അത് 10 മിനിറ്റ് കൊണ്ട് ചെയ്യുമെങ്കിൽ, അല്ല 10 മിനിറ്റ് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു 4 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ടൊക്കെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, ചിലതൊക്കെ ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ഡിജിറ്റ് സം, യൂണിറ്റ് ഡിജിറ്റ്, അങ്ങനെയുള്ള മെത്തേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതേപോലെ അപ്രോക്സിമേഷൻ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഒരു 5 DA എടുത്തിട്ട് 2 ക്വസ്റ്റ്യൻ വീതം വെച്ചിട്ട് ഒരു എന്ത് ചെയ്യാം 10 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇവിടെ നമ്പർ ഓഫ് ബോയ്സും ഗേൾസും ഡിഫറൻറ്റ് സ്കൂളിലെ എണ്ണം തന്നിട്ടുണ്ട്. ABCDE എന്ന് പറഞ്ഞിട്ട് 5 സ്കൂളാണുള്ളത്. അതിലെന്താണ് ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബോയ്സ് ആൻഡ് ഗേൾസ്, ഗേൾസിൻ്റെയും ബോയ്സിൻ്റെ ഒക്കെ ടോട്ടൽ ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഈ 4 സ്കൂളിലെയും കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ശരിക്കും ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് മൊത്തം ആഡ് ചെയ്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് മൊത്തം ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5, അതാണ് നമുക്ക് വേണ്ടത്. കാരണം 5 സ്കൂളല്ലേ, അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് കിട്ടും. നമ്മുടെ 600, 500, 450, 550 ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കറിയാം എന്താണ്, ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്താൽ ആൻസർ കിട്ടും നമുക്കറിയാം. അതാണ് നമ്മുടെ പ്രശ്നം, നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മളത് ഒഴിവാക്കും. പക്ഷേ ഇത് എങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാത്തത്. കാരണം നമുക്കിത് മൊത്തം ആഡ് ചെയ്യാനും അറിയാം, ഡിവൈഡ് ചെയ്യാനും അറിയാം. പക്ഷേ അത് 1.5 മണിക്കൂർ എന്തായാലും ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വരുമ്പോഴേക്കും എടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഒരു മെത്തേഡ് എന്താണ്, ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം നമുക്ക് ടോട്ടൽ എന്താ വേണ്ടത്, ഈ 600 പ്ലസ് 500 പ്ലസ് 450 പ്ലസ് അങ്ങനെ പോയി 800 പ്ലസ് 650 ഡിവൈഡഡ് ബൈ 5 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനും ഡിവൈഡ് ബൈ 5 ആദ്യം ചെയ്തിട്ട് നമുക്ക് വാല്യൂ ചെയ്യാം. അപ്പോൾ നമുക്കൊരു സംഖ്യയെ ഡിവൈഡ് ബൈ 5 ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരു ഡെസിമൽ കൊണ്ട് മാറ്റിയിട്ട് അതിന് ഡബിൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റ് നമ്പർ ഏതാണ്, 600 ബൈ 5 എന്ന് പറഞ്ഞാൽ എന്താ, 60 × 2 ആണ് 120 പ്ലസ് 500 ബൈ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 ആണ്. പിന്നെ 450 ആകുമ്പോൾ 90, 550 ആകുമ്പോൾ 110. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാം, കാരണം ഒറ്റ ഡെസിമൽ മാറ്റി അതിന് ഡബിൾ എടുക്കുക. 750 ആകുമ്പോൾ 150, 650 ആകുമ്പോൾ 130, 700 ആകുമ്പോൾ 140, 600 ആകുമ്പോൾ 120, വീണ്ടും 800 ആകുമ്പോൾ 160 പ്ലസ് 650 ആകുമ്പോൾ 130. ഇത് മൊത്തം ആഡ് ചെയ്താൽ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ ഓരോന്നും ടോട്ടൽ ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന നേരം നമുക്ക് ഓരോന്ന് ഡിവൈഡ് ബൈ 5 ചെയ്താലും മതി. അപ്പോൾ നമ്മൾ മൊത്തം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, എല്ലാത്തിൻ്റെ ലാസ്റ്റ് ഒരു 0 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ബാക്കി നോക്കാം, 12 പ്ലസ് 10 എത്രയാണ്, 22, 22 31, 42, 57, 70, 84, 96, 96 16 എത്രയാണ്, 112, 112 13, 125. പിന്നെ നമ്മൾ മാറ്റി നിർത്തിയൊരു 0 ഉണ്ട്, അതും കൂടി ചേർത്താൽ കിട്ടും 1250 കിട്ടും ആൻസർ. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും, കുറേ സമയം പോകും. ആ സമയം നമ്മൾ എന്ത് ചെയ്യാം, ആലോചിക്കുക. നമുക്ക് എന്താണ് ടോട്ടൽ ഇത് മൊത്തം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിജിറ്റ് സം വേണമെങ്കിൽ ചെയ്യാം. കാരണം എന്താ, നമുക്കറിയാം ടോട്ടൽ എത്രയാണ് വാല്യൂ നമുക്കറിയില്ല, അത് എക്സ്, അത് ഡിവൈഡ് ബൈ 5 ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ് സം എങ്ങനെയാണ്, നമുക്കറിയാം ഡിനോമിനേറ്ററിൽ ഒരു 5 വന്നാൽ നമ്മൾ ഡിജിറ്റ് സം കാണാൻ എന്താ ചെയ്യുക, ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ എന്താവും, 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആവും. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഡിജിറ്റ് സം 1 ആവും, മുകളിൽ എന്താണ് 2 × x ആണ്. അപ്പോൾ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക, അത് പോയിട്ട് കാണാം. നമ്മളതിൻ്റെ ക്ലാസ്സുകൾ എന്താണ് നമ്മുടെ അഡ്വാൻസ്, അതായത് ഏതൊരു ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഗഗൻ പ്രതാപിൻ്റെ വീഡിയോ ഉണ്ട്, അത് പോയിട്ട് കാണാം. അത് കണ്ടതിന് ശേഷം ഇത് ഡിജിറ്റ് സം അറിയാത്തവർക്ക് ഇത് മനസ്സിലാവും. പക്ഷേ ഡിജിറ്റ് സം കൺസെപ്റ്റ് ഓൾറെഡി പഠിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ 2 × x, ഇതാണ് നമ്മുടെ ആൻസർ. അത് ടോട്ടൽ സം ആണ്, ആ ഡിജിറ്റ് സമ്മിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതായിരിക്കും നമ്മുടെ ആൻസറിൻ്റെ ഡിജിറ്റ് സം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇതിൻ്റെ ഡിജിറ്റ് സമ്മിൻ്റെ ഡിജിറ്റ് സം എത്രയും നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ നോക്കാം. 600 6 ആണ്, 500 5 ആണ്, 450 0, അത് നോക്കേണ്ട ആവശ്യമില്ല. 550 എത്രയാണ്, 10 എന്ന് പറയുമ്പോൾ 1 ആണ് ഡിജിറ്റ് സം. 750 എത്രയാണ്, 12 എന്ന് പറയുമ്പോൾ 3 വരും. 650 2 വരും, 7 6 8 2, ഇതാണ് ഡിജിറ്റ് സം. ഇത് മൊത്തം ആഡ് ചെയ്താൽ എത്ര കിട്ടും, 6 5 11 11 12 15 17 24 30 40, ഇത് മൊത്തം 40 ആണ് ഡിജിറ്റ് സം, അതായത് 4. അപ്പോൾ ടോട്ടൽ എക്സിൻ്റെ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 × 2 എത്രയാണ്, 8 ആയിരിക്കണം നമ്മുടെ ആൻസറിൻ്റെ ഡിജിറ്റ് സം. 8 ഡിജിറ്റ് സം ഉള്ള ആൻസർ ഏതാണ്, ഇത് നോക്കുമ്പോൾ എത്ര കിട്ടും, 9 പോയി, 5 6 11, അപ്പോൾ 2 ആണ് ഡിജിറ്റ് സം. പറ്റില്ല. ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 ആണ് ഡിജിറ്റ് സം. അപ്പോൾ ഇത് പോസിബിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം 8 ഡിജിറ്റ് സം ഉള്ള വേറൊരു വാല്യൂ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ സി എത്രയാണ്, 5 7 13, 4 ആണ് ഡിജിറ്റ് സം, അപ്പോൾ അത് പറ്റില്ല. ഇവിടുത്തെ 6 6 12 3 ആണ് ഡിജിറ്റ് സം, അതും പറ്റില്ല. അപ്പോൾ ഡിജിറ്റ് സം 8 ഉള്ളത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ.
അപ്പോൾ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഡിജിറ്റ് സം വെച്ചിട്ട് നമുക്ക് ഇത്രയും വലിയ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഡിനോമിനേറ്ററിൽ 3, 6, 9 വരുമ്പോൾ മാത്രമേ നമുക്ക് കുറേ എക്സെപ്ഷൻ കേസ് എവിടെ വരുന്നുള്ളൂ, ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ ടെക്നിക്കിൽ വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഡിജിറ്റ് സം എന്ന് പറഞ്ഞ ടെക്നിക്ക്. വളരെ വലിയ കാൽക്കുലേഷൻ എന്ത് ചെയ്യും, നമുക്ക് നമുക്ക് അറിയാവുന്ന 2, 3, 4 പോലത്തെ സിംഗിൾ ഡിജിറ്റ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡിജിറ്റ് സം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അറിയാത്തവർ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് പഠിക്കുക. അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും നഷ്ടമായിരിക്കും എക്സാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്താ, ഇൻ വിച്ച് സ്കൂൾ ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ ഗേൾസ് ദ ലോവസ്റ്റ്? ഏത് സ്കൂളിലാണ് ഗേൾസിന്റെ പെർസെൻറ്റേജ് കുറവ് എന്ന് ചോദിച്ചിട്ടുള്ളത്? ഗേൾസ് കുറവ് എന്നല്ല, ഗേൾസിന്റെ പെർസെൻറ്റേജ് കുറവ്. ഗേൾസ് കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും എന്താണ്, എ ആണ് ആൻസർ എന്നുള്ളത്. പക്ഷെ ഗേൾസ് കുറവ് എന്നല്ല ചോദിച്ചിട്ടുള്ളത്, ഗേൾസിന്റെ പെർസെൻറ്റേജ് കുറവ് ഏത് സ്കൂളിലാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഓപ്ഷൻ ഏതൊക്കെയുള്ളത്, സി, ഇ, എ, ബി. അപ്പോൾ ഏതൊക്കെ വേണം, സി കാണണം, എ കാണണം, ഇ കാണണം, ബി കാണണം. അപ്പോൾ ഡി നമുക്ക് ഒഴിവാക്കാം, കാരണം ഡി നമ്മളോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഓപ്ഷനിൽ ഡി ഇല്ലാത്തതുകൊണ്ട് അതെന്തായാലും വരില്ല. പിന്നെന്താണ്, ഓപ്ഷൻ ബി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഗേൾസ് എന്ന് പറഞ്ഞാൽ പച്ച കളറല്ലേ. അപ്പോൾ ഗേൾസ് ഇവിടെ ഓൾറെഡി ബോയ്സിനേക്കാളും കൂടുതലാണ്. അപ്പോൾ പെർസെൻറ്റേജ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ബിയും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബാക്കിയുള്ളതിൽ 3 എന്താണ്, ഗേൾസ് ആണ് കുറവ്. എയിലും സിയിലും ഡിയിലും ഇയിലും ആയാലും ഗേൾസ് ആണ് കുറവ്. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കുറവ് എന്നുള്ളത് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ എന്താണ്, എയിൽ എത്രയാണ് ഗേൾസ്, എയിൽ എന്ന് പറഞ്ഞാൽ 500 ആണ് ഗേൾസ്, ടോട്ടൽ എത്രയിലാണ് 1100. കാരണം 500 + 600 ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ടോട്ടലാണ് 1100. അതിൽ 500 ഗേൾസ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇത് എയിൽ. ഇനി അടുത്ത സി ആണ്. സിയിൽ നോക്കുമ്പോൾ എന്താ, 650 ആണ് ഗേൾസ്, ടോട്ടൽ എന്താണ് 650 + 750 എന്ന് പറഞ്ഞാൽ 1400. ഇതാണ് എന്ത്, സി. ഇനി അടുത്ത എന്താണ്, ഇ ആണ്. ഇയിൽ എന്താണ് 650 / 1450. ഇതാണെന്ത്, ഇ. ഇതിലേതാണ് ചെറുത് എന്നാണ് നമുക്ക് കാണേണ്ടത്. കാരണം പെർസെൻറ്റേജ് അല്ലേ, ഇൻറ്റു 100 എല്ലാം ചെയ്യണം. പക്ഷേ ഇൻറ്റു 100 എല്ലാത്തിലും ഉള്ളതുകൊണ്ട് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ നോക്കാം, ഈ സിയും ഇയും നോക്കുമ്പോൾ എന്താണ്, മുകളിൽ രണ്ടും എന്താണ്, ഡിനോമിനേറ്റർ സെയിം ആണ്, 650. ന്യൂമറേറ്റർ സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ വ്യത്യാസമാകുമ്പോൾ എന്താണ്, നമുക്കറിയാം ഡിനോമിനേറ്റർ വലുതാവും തോറും വാല്യൂ എന്താവും, ചെറുതായിക്കൊണ്ടിരിക്കും. ഡിനോമിനേറ്റർ ചെറുതാവും തോറും വാല്യൂ എന്താവും, വലുതായിക്കൊണ്ടിരിക്കും. ആ കൺസെപ്റ്റ് ഓർത്ത് നോക്കുക. ഡിനോമിനേറ്റർ ഇപ്പോൾ 2 സംഖ്യ സെയിം ആണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ വലുതായാൽ വാല്യൂ എന്താവും, ചെറുതാവും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, 1400 1450. ഏത് വാല്യൂ ആണ് വലുത്, 1450. അപ്പോൾ എന്താണ്, ഈ 2 വാല്യൂവിൽ ചെറുതേതായിരിക്കും, ഇ ആയിരിക്കും ചെറുത്. അപ്പോൾ സിയും നമ്മൾ ഒഴിവാക്കി. ഇനി എയും ഇയും മാത്രമാണ്. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 500/1100. എത്രയാണ്, 5/11. ഇ എന്ന് പറഞ്ഞാലോ 650/1450. അപ്പോൾ രണ്ടിലും 50 കട്ട് ചെയ്താൽ എന്ത് കിട്ടും, 6.5 ഡബിൾ 13, 14.5 ഡബിൾ 29. ഇതാണ് ആ റേഷ്യോ. അപ്പോൾ ഈ 2 റേഷ്യോയിൽ ഏതാണ്, അല്ലെങ്കിൽ ഈ 2 ഫ്രാക്ഷനിൽ ഏതാണ് ചെറുത് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ചെറുത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ, നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട്. നേരെ ക്രോസ് ചെയ്യാം. 5 × 29 ചെയ്യുക, എത്രയാണ് 145. 11 × 13 ചെയ്യുക, 143. ഇതിൽ ഏതാണ് ചെറുത് നോക്കിയാൽ മതി, ആ ഫ്രാക്ഷൻ ആയിരിക്കും ചെറുത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ 143 ആണ് ചെറുത്. രണ്ടും ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കാൽക്കുലേഷൻ ഡയറക്റ്റ് ചെയ്യാൻ പോയാൽ ഈ എയും ബിയും തമ്മിൽ അത്രയും ചെറിയ വ്യത്യാസം ആയതുകൊണ്ട് അടുത്തുള്ള നമ്പർ കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സമയം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ആണ് ചെറുതെന്ന് മനസ്സിലായി. അപ്പോൾ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും. ഈ ടെക്നിക്ക് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഞാൻ 2 ഫ്രാക്ഷൻ തന്നാൽ ഏതാണ് ചെറുത് വലുതെന്ന് കാണാൻ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് 1/2, 1/3. ഇതിൽ ഏതാണ് ചെറുത്, അല്ലെങ്കിൽ ഏത് ഫ്രാക്ഷനാണ് വലുത് കാണാൻ എന്ത് ചെയ്യാം, 3 × 1 ചെയ്തിട്ട് ഇവിടെ എഴുതുക, 2 × 1 ചെയ്തിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതുക. ഇതിൽ ഏതാ ചെറുത് നോക്കുക, 2 അല്ലേ ചെറുത്. അപ്പോൾ 1/3 ആയിരിക്കും ചെറുത്. 3 വലുതായതുകൊണ്ട് 1/2 ആയിരിക്കും വലുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ടെക്നിക്കൊക്കെ നിങ്ങളുടെ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഡി എ നമ്മൾ ഒഴിവാക്കി. ഇനി അടുത്ത എന്താണ്, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 9000 തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിലും എത്ര ഫ്രാക്ഷൻ ഉണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡിഗ്രിയാണ്, 61.2 ഡിഗ്രി, 79.2 ഡിഗ്രി, 64.8, 36, 118. നമുക്കറിയാം ഇത് പൈ ചാർട്ടാണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും, ടോട്ടൽ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആയിരിക്കും. ഈ 360 ഡിഗ്രീനെ ഓരോന്നും ഈക്വലായിട്ടില്ല, ഈ നമ്പേഴ്സിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റുഡൻസ് ഇൻ സ്കൂൾ ഇ എക്സീഡ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ എ ആൻഡ് ബി ബൈ എക്സ്. എ ആൻഡ് ബിയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അതിനേക്കാളും എക്സ് കൂടുതലാണ് ഇവിടെ ഇയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എത്രയെന്നല്ല ചോദിച്ചിട്ടുള്ളത്. ഈ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിൻ്റെ ഇടക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. 420, 440, 400, 420, 440, 460, 460, 450. ഇതിൽ ഏതിൻ്റെ ഇടക്കാണ് ആ വാല്യൂ വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ആ എക്സിൻ്റെ വാല്യൂ കാണണം. എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് കണ്ടാൽ നമുക്ക് ഇത് ഏതിൻ്റെ ഇടക്കാന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇയും A+B ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് A+Bനേക്കാളും കൂടുതലാണെന്ത് ഈ എക്സ് വാല്യൂ. അപ്പോൾ നമുക്ക് A+B എത്രയാണ്, എ എന്ന് പറഞ്ഞാൽ 36 ബി എന്ന് പറഞ്ഞാൽ 64.8. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 100.8 കിട്ടും. അതുപോലെ തന്നെ ഇ എന്ന് പറഞ്ഞാൽ എന്താ 118.8. അപ്പോൾ എത്ര കൂടുതലുണ്ട്, 18 ഡിഗ്രി കൂടുതലുണ്ട്. ഈ 18 ഡിഗ്രി എത്രയാണെന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ അതിന് വേണ്ടിയിട്ട് വേറൊരു കാര്യം നമുക്ക് അറിയണം. എന്താണ്, നമ്മൾ പറഞ്ഞു ടോട്ടൽ എത്രയായിരിക്കും, 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിയാണ് എന്ത് 100%. അതായത് മുഴുവൻ കിട്ടുന്നത് 360 ഡിഗ്രി ആയിരിക്കും.
36 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10% ആയിരിക്കും. അതുപോലെ തന്നെ 3.6 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1% ആയിരിക്കും. ഇതൊക്കെ പുറത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ 336ന്റെ ഡബിൾ എന്താണ്? 72. അപ്പോൾ 72 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10ന്റെ ഡബിൾ 20%. അതുപോലെ തന്നെ ഈ 360ന്റെ ഡബിൾ പകുതി എത്രയാണ്? 180. ഈ 180 ഡിഗ്രി ആയിരിക്കും എന്ത്? 50%. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കും. ഇപ്പോൾ 3.6 1 ഡിഗ്രി ആകുമ്പോൾ 7.2 എന്തായിരിക്കും? 2%. 2 ഡിഗ്രി അല്ല, 2%. ഓക്കെ, 2% ആയിരിക്കും. അതുപോലെ തന്നെ 3.6ന്റെ 3 ടൈംസ് എത്രയാണ്? 10.8. ഈ 10.8 ഡിഗ്രി ആയിരിക്കും എന്ത്? 3% പറഞ്ഞാൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൺവേർഷൻ ഒക്കെ പഠിക്കാം. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഇവിടെ 18 ഡിഗ്രിയാണ്. അപ്പോൾ 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 36 ഡിഗ്രി എന്താണ്? 10% ആണ്. അപ്പോൾ ഈ 36ന്റെ പകുതിയാണെന്ത്? 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 36ന്റെ പകുതിയാണ് 18, അപ്പോൾ 10ന്റെ പകുതി ആയിരിക്കും പെർസെൻറ്റേജിൽ. അപ്പോൾ 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5% ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എത്രയാണ്? 9000 ആണ്. അതിൻ്റെ 5% പറഞ്ഞാൽ എത്രയാണ്? 9000ന്റെ 10% പറഞ്ഞാൽ 900 ആണ്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 450 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 450 ആണ്. ഈ 450 ഇതിൽ ഏത് ഓപ്ഷൻ്റെ ഇടക്കാന്ന ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 450 എന്ന് പറഞ്ഞാൽ 440യുടെയും 460യുടെയും ഇടക്കാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇവിടെ എന്ത് വേണം? നിങ്ങൾ ഈ ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വേണ്ടി പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 18 ഡിവൈഡ് ബൈ 360 × 100 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെർസെൻറ്റേജിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മാക്സിമം കാൽക്കുലേഷൻ എഴുത്തും കുറച്ചിട്ട് എന്ത് ചെയ്യുക? വാല്യൂ ആൻസറിലേക്ക് എത്താൻ നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഈ സെയിം ഡയഗ്രം തന്നെയാണ്. എന്ത് കിട്ടും? അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സിയിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ 6:5 ആണ്. അതുപോലെ തന്നെ ബി സ്കൂളിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:11 ആണ്. അങ്ങനെയാണ് ചോദ്യം എന്താ? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ സ്കൂൾ സി ടു ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ സ്കൂൾ ബി? സ്കൂൾ സിയിലെ നമ്പർ ഓഫ് ബോയ്സിൻ്റെ സ്കൂൾ ബിയിലെ നമ്പർ ഓഫ് ഗേൾസിൻ്റെ റേഷ്യോ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഈ 36 ഡിഗ്രി ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം എന്തിനെ കമ്പയർ ചെയ്തിട്ടാണ്? ഈ 9000 കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും 9000 എഴുതേണ്ട ആവശ്യമില്ല. അതെല്ലാത്തും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് എന്താ വേണ്ടത്? സ്കൂൾ സിയിലെ ബോയ്സിൻ്റെ എണ്ണമാണ്. സ്കൂൾ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 79.2 ഡിഗ്രിയാണ് അല്ലേ? 79.2 ഡിഗ്രി. അതിൻ്റെ എത്ര ഫ്രാക്ഷനാണ് ബോയ്സ്? നമുക്കറിയാം സ്കൂൾ സിയിലെ ബോയ്സ് എന്ന് പറഞ്ഞാൽ 6:5 ആണ്. അപ്പോൾ ടോട്ടൽ 11ൽ 6 പാർട്ടാണ് എന്ത്? ബോയ്സ്. അതായത് 6/11. ഇതെന്തിന് എന്ത് ചോദിച്ചിട്ടുള്ളത്? എന്താണ്? ബിയിലെ ഗേൾസിൻ്റെ ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64.8. അതിലെ ഗേൾസ് എത്രയാണ്? നമുക്കറിയാം ബോയ്സ് ഗേൾസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:11 ആണ്. അപ്പോൾ ഇത് കിട്ടും 11/11 + 7 എത്രയാണ്? 18. ഈ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 18 648 കട്ട് ചെയ്ത് പോകണം. ഒരുപാട് കാൽക്കുലേഷൻ വരും. 11 792 കട്ട് ചെയ്യണം. അവിടെയും കാൽക്കുലേഷൻ വരും. ആ സമയം നമുക്കിത് പെട്ടെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ നോക്കുക. ഇത്രയാണ്. നമുക്കറിയാം 79.2 എന്ന് പറഞ്ഞാൽ എന്താ? 72 + 7.2 ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 72 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? അല്ല, എത്ര പെർസെൻറ്റേജ് ആണ്? 20% ആണ്. 7.2 എന്ന് പറഞ്ഞാൽ 2% ആണ്. അപ്പോൾ 22 കിട്ടും. അതുപോലെ തന്നെ 64.8 എന്ന് പറഞ്ഞാൽ എന്താണ്? 72 - 7.2 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 20 - 2 എന്ന് കിട്ടും, 18 കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഡിഗ്രിക്ക് പകരം നമ്മൾ ഈ വാല്യൂ കൊടുത്താൽ മതി, പെർസെൻറ്റേജ് കൊടുത്താൽ മതി. അപ്പോൾ 79.2 എന്ന് പറഞ്ഞാൽ 22 എടുക്കുക. അപ്പോൾ 22 × 6/11 = 64.2 എന്ന് പറഞ്ഞാലോ 18 × 11/8. അപ്പോൾ ഇത് കണ്ടാൽ മതി. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്ര കാൽക്കുലേഷൻ വരുന്നില്ലല്ലോ. 18 പോയി 11 22 കട്ട് പോയി 2 കിട്ടി. ബാക്കി എന്താ? 2 × 6 12. റൈറ്റ് സൈഡിൽ 11 മാത്രമേ ഉള്ളൂ. അപ്പോൾ 12:11. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, സിമ്പിളാണ്. ഇത്രയും വലിയ കാൽക്കുലേഷൻ എത്ര സിമ്പിളാക്കാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. DIയിൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ അറിയാം. അറിയാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അത്രയും സിമ്പിളായിട്ട് ചോദിക്കുക. പക്ഷേ അത്രയും പെട്ടെന്ന് നമ്മളെങ്ങനെ ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം സമയത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള എക്സാമാണ് SSCയുടെ Tier 2 എക്സാം ആയാലും Tier 1 എക്സാം ആയാലും ഒക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വേറൊരു DI നോക്കാം. എന്താണ് ഇവിടെ എന്താ വേണ്ടത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ കോളേജസ് A and B ടേക്കൺ ടുഗദർ? ഇവിടെ എന്താണ്? നമുക്ക് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റേഷ്യോ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ നമ്മൾ വെറുതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടോട്ടൽ നമ്പർ എടുത്തിട്ട് പിന്നെ ചെയ്തു പോകേണ്ട ആവശ്യമില്ല. കാരണം ചെയ്തു പോയാൽ ലാസ്റ്റ് എന്ത് കിട്ടും? അവസാനം അതൊക്കെ കട്ട് ചെയ്ത് പോകും. നമ്മുടെ ഒരു എക്സാക്ട് നമ്പർ ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 1800 എടുത്തിട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? എയിലും ബിയിലെ ടോട്ടൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എത്രയാണ് ചോദ്യം. അപ്പോൾ എയിൽ എത്ര? 20% ആണ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ 20%ൻ്റെ എത്രയാണ് എയിലെ ബോയ്സ് വരിക? 4/9 അല്ലേ? അത് എയിലെ. ഇനി ബിയിലതോ? ബിയിൽ എത്ര ബോയ്സ് ഉണ്ട് കാണണം. അത് രണ്ടിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ബിയിൽ എത്രയാണ്? 18 ആണ്. 18ൽ എത്ര ബോയ്സ് ഉണ്ട്? 1/3. ഇതാണ് ബോയ്സിൻ്റെ എണ്ണം. ഇനി ഗേൾസിൻ്റെ എണ്ണത്തിനോട് എത്ര റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 20 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 4/9 ബോയ്സ് ആണെങ്കിൽ ബാക്കി എന്താണ്?
5/9 ഗേൾസ് ആണ്. അതുപോലെ രണ്ടാമത്തേലോ ടോട്ടൽ 18 ഉണ്ട്, അതിൽ എന്താണ് 1/3 ബോയ്സ് ആണ്, അപ്പോൾ ബാക്കി എന്താണ് 2/3 ഗേൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഈ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് 45, 43, 67, 37 ഇതൊക്കെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്രൈമാണ്. ഒന്നിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, കോമൺ ആയിട്ട് ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഫസ്റ്റത്തെ മാത്രം ചെയ്താൽ മതി. ഫസ്റ്റത്തെ മാത്രം ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതിൻ്റെ ഒരു ഫാക്ടറിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ത് ABCD ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും അതിൻ്റെ ഫാക്ടർ. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇവിടെ 4 എന്താണ് കോപ്രൈം ആയതുകൊണ്ട് കോമൺ ആയിട്ട് നമ്പർ ഒന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിലോ 71 ഉണ്ട്, 67 ഉണ്ട്, 104 ഉണ്ട്, 52 ഉണ്ട്. നമുക്കറിയാം ഈ 104ന്റെ പകുതിയാണ് 52. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിക്കാൻ പറ്റില്ല. ഈ 104ന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ തന്നെങ്കിൽ അതിൻ്റെ ഫാക്ടർ ആയിരിക്കും 104, അതിൻ്റെ ഫാക്ടർ ആയിരിക്കും 52, അതിൻ്റെ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ വാല്യൂ മാത്രം എടുത്ത് ചെയ്യാം. ഇതിൻ്റെ ഫാക്ടർ ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 20 × 4/9 എന്ന് പറഞ്ഞാൽ എത്രയാണ് 80/9. ഈ 3ഉം 18ഉം കട്ട് ചെയ്ത് 6 കിട്ടും. പ്ലസ് 6 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 80/9 + 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 80 + 9 × 6 എന്ന് പറഞ്ഞാൽ 54 / 9 എത്ര കിട്ടും 134/9. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടിയ വാല്യൂ. അപ്പോൾ നമ്മൾ ഈ 134ന്റെ ഫാക്ടർ എവിടെയെങ്കിലുമൊക്കെ വരുന്നുണ്ട് നോക്കാം. 45 ഇല്ല, 43 ഇല്ല. നോക്കുമ്പോൾ എന്താണ് 67 എന്ന് പറഞ്ഞാൽ 134ന്റെ പകുതിയാണ്. അപ്പോൾ 134/9ന്റെ ഒരു ഫാക്ടറാണ് എന്ത് 67 എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും. അത് ഉറപ്പാണ്. കാരണം 37, 43, 45 ഒന്നും എന്തല്ല ഈ 134/9ന്റെ ഒരു ഫാക്ടർ അല്ല. ഉറപ്പായിട്ട് എന്തായിരിക്കും റേഷ്യോയിൽ ഒന്ന് നമ്മൾ ഫാക്ടർ ആയിരിക്കും. കാരണം നമ്മൾ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കളഞ്ഞാലും ഇതിൻ്റെ ഒരു ഫാക്ടർ ഇവിടെ ബാക്കി വേണമല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ കൺഫ്യൂഷനുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലും കൂടെ ചെയ്ത് നോക്കുക. റൈറ്റ് സൈഡിൽ എത്ര കിട്ടും 20 × 5/9 എന്ന് പറഞ്ഞാൽ എത്രയാണ് 100/9 പ്ലസ് 18 × 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 36/3 എന്ന് പറഞ്ഞാൽ 12 കിട്ടും. അപ്പോൾ 100/9 + 12 എത്രയാണ് 100 + 9 × 12 എന്ന് പറഞ്ഞാൽ 108/9. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 208/9. ഈ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ഈ 9 കട്ട് ചെയ്ത് പോയ ബാക്കി എന്ത് കിട്ടും 134ന്റെ പകുതി 67, 208ന്റെ പകുതി 104. ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റേഷ്യോസ് നോക്കുക. റേഷ്യോസ് എന്താണ് രണ്ടും എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ ഒരു റേഷ്യോസ് നമ്മൾ നേരത്തെ ഏതോ ഒരു ക്ലാസ്സിൽ ചെയ്തപ്പോൾ റേഷ്യോ പ്രൊപ്പോർഷണൽ ആണ് തോന്നുന്നു. മിക്സഡ് അലിഗേഷൻ എവിടെയോ ചെയ്തപ്പോൾ ഇതുപോലെ സെയിം കൺസെപ്റ്റ് നമ്മൾ അവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റേഷ്യോ നോക്കുമ്പോൾ വെറുതെ എല്ലാം കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് ആൻസറിലേക്ക് നോക്കാതെ ഓപ്ഷൻ നോക്കിയിട്ട് നമ്മളെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇൻ വിച്ച് കോളേജ് ഈസ് ദ പെർസെൻറ്റേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് മിനിമം. ഏത് കോളേജിലാണ് ബോയ്സിൻ്റെ ഗേൾസിൻ്റെ പെർസെൻറ്റേജ് ഡിഫറൻസ്, ഇവിടെ ഡിഫറൻസ് അല്ല ചോദിച്ചിട്ടുള്ളത്, പെർസെൻറ്റേജ് ഡിഫറൻസ് മിനിമം ഉള്ളത് എവിടെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ 1800 ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല, ഇവിടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വെറുതെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ നോക്കിയുള്ള വാല്യൂ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ്, ഏതിലാണ് പെർസെൻറ്റേജ് ഡിഫറൻസ് മിനിമം എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് CADE. അപ്പോൾ CADE എന്ന് പറയുമ്പോൾ C വേണം, A വേണം, D വേണം, E വേണം. Bയും F നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കി. ഇനി ബാക്കി A നോക്കുക. A എന്ന് പറഞ്ഞാൽ എത്രയാണ് 4:5 ആണ് ഗേൾസിൻ്റെ എണ്ണം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ് 1 ആണ്. 1/ ടോട്ടൽ എത്രയാണ് 9. അപ്പോൾ ഡിഫറൻസ് പറഞ്ഞാൽ 1/9 ആണ്. ഓക്കെ, അത് എത്രയാണ് A. ഇനി എന്താണ് C നോക്കുക. Cയിൽ എത്രയാണ് 4:7 ആണ്. ഡിഫറൻസ് പറഞ്ഞാൽ 1 ആണ്. ടോട്ടൽ 7 ആണ്. അപ്പോൾ 1/7 ആണ്. ഇനി D നോക്കുക. D നോക്കുമ്പോൾ എന്താ 6:5 ആണ്. ഡിഫറൻസ് അവിടെയും 1 ആണ്. / 6 + 5 11 ആണ്. ഇനി അടുത്ത് E നോക്കുമ്പോഴോ, E നോക്കുമ്പോൾ എത്രയാണ് 2:3 ആണ്. അവിടെ എന്താണ് ഡിഫറൻസ് 1 ആണ്. / 5 ആണ്. അപ്പോൾ ഇതിൽ ഏത് വാല്യൂ ആണ് ഏറ്റവും ചെറുതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം × 1800 1800 നമ്മൾ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും എഴുതും. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാം ഇത് കട്ട് ചെയ്ത് പോവുകയും ചെയ്യും, നോക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 1800% ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആദ്യം പോയിട്ട് എഴുതാൻ നിൽക്കേണ്ട ആവശ്യമില്ല, അത്രയും നമ്മളെ സമയം പോകും. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പെർസെൻറ്റേജ് നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/9 എന്ന് പറഞ്ഞാൽ എന്താ 11 1/9% ആണ്. 1/7 എന്ന് പറഞ്ഞാൽ എന്താ 14 2/7% ആണ്. 1/11 എന്ന് പറഞ്ഞാൽ എന്താ 9 1/11% ആണ്. 1/5 എന്ന് പറഞ്ഞാൽ എന്താ 20% ആണ്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ 9 1/11 അല്ലേ. 9 1/11 എവിടെ വരുന്നത്, ടിയിലല്ലേ വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പെർസെൻറ്റേജ് പഠിച്ചൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് 10 സെക്കൻഡോടോ 20 സെക്കൻഡോടോ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ബോർഡിൽ നോക്കിയിട്ട് മാത്രം 1/9 1/7 1/11 1/5 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ് ഏതാണെന്നുള്ളത് നോക്കി എഴുതുക. ഇനി അടുത്ത് വേറൊരു DA നോക്കാം. എന്താണ്, ഇതാണ് ഇപ്പോൾ ഞാൻ ഇതുവരെ ഈ TCS എക്സാം കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം സിമ്പിളായിട്ടാണ് DA ചോദിക്കുന്നത്. അതിൽ കുറച്ചെങ്കിലും ഒരു ടഫ് എന്ന് പറയാനില്ല, സിമ്പിൾ സംഭവമാണ്. കുറച്ചെങ്കിലും വായിക്കാനോ കുറച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ചോദ്യം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇത്. അതായത് CHSL 2018 19 എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടുള്ള DA ആണ്. സിമ്പിളാണ്. അപ്പോൾ അതെന്താണ്, വാട്ട് ഇസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് റോയൽറ്റി പെയ്ഡ് ടു ദ ഓതേഴ്സ് ഡ്യൂറിംഗ് ദീസ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കണം. അതെന്താണ്, 2 ഓതേഴ്സാണ്. 2 ഓതേഴ്സ് X ഉം Y ഉം കൂടിയിട്ടാണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. അതിൽ ആ ബുക്കിൽ ഇന്ത്യയുടെ വില എന്ന് പറഞ്ഞാൽ 800 ആണ്, വിദേശത്തെ വില എന്ന് പറഞ്ഞാൽ 1000 ആണ്.
അതിൽ തന്നെ ഈ 800 10% ആണ് ഇന്ത്യയിൽ എന്ത് കിട്ടുക, അവർക്ക് അതിൻ്റെ റോയൽറ്റി കിട്ടും. അതായത് റോയൽറ്റി എന്ന് പറഞ്ഞാൽ ആ ബുക്ക് എഴുതിയ ആൾക്കാർക്ക് ആ ബുക്കിൻ്റെ എത്ര പെർസെൻറ്റേജ് വെച്ച് കിട്ടുമല്ലോ, അതിനാണ് റോയൽറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ വിദേശത്ത് വിൽക്കുന്ന ബുക്കിൻ്റെ 16% റോയൽറ്റി കിട്ടും. ഈ റോയൽറ്റി എമൗണ്ട് എക്സും വൈയും എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3 ആണ്. അപ്പോൾ നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം എഴുതും. അപ്പോൾ നമ്മളോട് നോക്കുമ്പോൾ എന്താണ്, ടോട്ടൽ 800 ആണ് ഇന്ത്യയിലൊരു ബുക്കിൻ്റെ വില. ഇന്ത്യയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ എ ആണ് കൊടുത്തിട്ടുള്ളത്, ബി എന്ന് പറഞ്ഞാൽ എബ്രോഡാണ്. അപ്പോൾ എ എന്ന് എടുക്കുക ആദ്യം. ഇന്ത്യയിലെ ബുക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ 800 ആണ്. അതിൻ്റെ 10% റോയൽറ്റി കിട്ടും. 10% പറഞ്ഞാൽ എത്രയാണ്, അപ്പോൾ റോയൽറ്റി എന്ന് പറഞ്ഞാൽ 80 കിട്ടും അല്ലേ. 800 10% ആണ് 80. ഇനി അടുത്ത അബ്രോഡിൽ വിൽക്കുന്ന ബുക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1000 ആണ്. അതിൻ്റെ റോയൽറ്റി 16% ആണ് 160. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് റോയൽറ്റി പെയ്ഡ് ടു ദ ഓതേഴ്സ് ഡ്യൂറിംഗ് ദി ഇയേഴ്സ് 2012, 13, 16. ഈ 3 വർഷങ്ങളിൽ ടോട്ടൽ എമൗണ്ട് റോയൽറ്റി പേ ചെയ്തത് എത്രയാണെന്ന ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, ഈ 14 വേണ്ട, 15 വേണ്ട, 2012, 13, 16 ആണ് വേണ്ടത്. അപ്പോൾ 16 ടോട്ടൽ ഇന്ത്യയിൽ സെല് ചെയ്തിട്ടുള്ള എത്രയാണ്, 12 2.5, 13 3, 16 4. 2.5 3 4 എത്രയാണ് 7, 9.5. അപ്പോൾ 9.5 ഇൻറ്റു 100 ശരിക്കും മൾട്ടിപ്പിൾ ഓഫ് 100 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 100 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് സ്ഥലത്ത് നമ്മൾ 100 നോക്കാതെ ചെയ്യണം. ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി, കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. പറഞ്ഞു ഞാൻ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, അവിടെ ഓപ്ഷൻസ് എല്ലാം ഡിഫറൻറ്റ് ആയതുകൊണ്ട് ആ 100 മൾട്ടിപ്പിൾ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ 9.5 ബുക്ക് എവിടെ സെല് ചെയ്തിട്ടുണ്ട്, 2012, 13, 16 കാറ്റഗറിയിൽ ഇന്ത്യയിൽ സെല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എത്ര കിട്ടും, അതിൻ്റെ 80 റുപ്പീസ് വെച്ചിട്ട് ആർക്ക് കിട്ടും, അതിൻ്റെ ഓണേഴ്സിന് കിട്ടും. അത് എന്ത്, ഇന്ത്യയിൽ സെല് ചെയ്ത ബുക്ക്. ഇനി വിദേശത്ത് സെല് ചെയ്ത് നോക്കുക, 4, 5, 6 എത്രയാണ് 15 ബുക്ക് കിട്ടും. പ്ലസ് 15 ഇൻറ്റു ഇന്ത്യയിൽ എത്ര ബുക്ക് കിട്ടും, അല്ല വിദേശത്താണെങ്കിൽ റോയൽറ്റി എത്ര കിട്ടും, 160 ഇൻറ്റു 160. അപ്പോൾ 9.5 ഇൻറ്റു 80 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 95 ഇൻറ്റു 8. 95 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 95 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയാണ്, 95 2 എന്ന് പറഞ്ഞാൽ 190, 190 2 എന്ന് പറഞ്ഞാൽ 380, 380 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 760 കിട്ടും. പ്ലസ് 15 ഇൻറ്റു 160, 15 ഇൻറ്റു 16 എത്രയാണ്, 15 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ 240 ആണ്. അതിൻ്റെ കൂടെ ഒരു 0 കൊടുക്കണം. അപ്പോൾ എത്ര കിട്ടും, 760 പ്ലസ് 2400 എത്രയാണ്, 3160 കിട്ടും. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. അപ്പോൾ 316 ഏത് ഓപ്ഷനിലാണുള്ളത്, ഓപ്ഷൻ ബി ആണുള്ളത്. ഇപ്പോൾ 2 0 എക്സ്ട്രാ വരുന്നത് കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 100 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 2 0 വരും. നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോബ്ലം ചെയ്യും. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 100 1000 എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 100 പകരം ഒരു മൾട്ടിപ്പിൾ ഓഫ് 500, മൾട്ടിപ്പിൾ ഓഫ് 200, 300 അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഇത് കൺസിഡർ ചെയ്യണം. മൾട്ടിപ്പിൾ ഓഫ് 100 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഓഫ് 100 കൊണ്ട് എന്ത് മാറ്റം വരുള്ളൂ, ലാസ്റ്റ് ഒരു 2 0 എക്സ്ട്രാ വരും എന്നുള്ളൊരു മാറ്റം അല്ലാതെ വേറെ ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, സെയിം ഡി തന്നെയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റോയൽറ്റീസ് ഏൺഡ് ബൈ എക്സ് ആൻഡ് വൈ ഡ്യൂറിംഗ് ദി ഇയർ 2014-15 ടേക്കൺ ടു. 2014-15 എക്സിനും വൈക്കും കിട്ടിയ റോയൽറ്റീസിന്റെ ഡിഫറൻസ് എത്രയാണ് ചോദ്യം. അപ്പോൾ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അവിടെ നമ്മൾ എക്സിനും വൈനും സെപ്പറേറ്റ് ചോദിച്ചിട്ടില്ല. എക്സും വൈയും ആണ് ഇതിന്റെ ബുക്കിന്റെ ഓതേഴ്സ്. അപ്പോൾ അവരുടെ സെപ്പറേറ്റ് ചോദിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യാത്തത്. അവിടെ ടോട്ടൽ റോയൽറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എക്സിൻ്റെയും വൈൻ്റെയും സെപ്പറേറ്റ് റോയൽറ്റി നമുക്ക് കാണാം. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഇന്ത്യയിൽ ഒരു ബുക്ക് വിറ്റാൽ 80 റുപ്പിയാണ് ഓതേഴ്സിന് കിട്ടുക. അത് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, 5:3 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, എക്സിന് 50 കിട്ടും, വൈക്ക് 30 കിട്ടും. ഇനി വിദേശത്താണ് വിൽക്കുന്നതെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞു 160 രൂപയാണ് എന്ത് കിട്ടുക. അപ്പോൾ നേരെ ഇതിൻ്റെ ഡബിൾ കിട്ടും. 18 ഡബിൾ അല്ലേ 160. അപ്പോൾ റേഷ്യോ എന്ത് കിട്ടും, ഇതിൻ്റെ ഡബിൾ 100:60 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ എന്താണ്, 2014-15 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല, 13ൻ്റെ ആവശ്യമില്ല, 16ൻ്റെ ആവശ്യമില്ല. 14-ലും 15-ലും ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പോൾ 14-15 ആദ്യം ടോട്ടൽ എത്ര കിട്ടും നോക്കാം. 14-15 എത്രയാണ്, ഇന്ത്യയിൽ ടോട്ടൽ 8.5 ബുക്കാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം നമുക്ക് ആദ്യം നമുക്ക് എക്സിൻ്റെ നോക്കാം. എക്സിൻ്റെ എത്രയാണ്, ടോട്ടൽ 8.5 ബുക്കാണ്. അതിലെന്ത് കിട്ടും, 8.5-ൽ ഇന്ത്യയിൽ 8.5 ബുക്കാണ്. അതിനെന്ത് കിട്ടും, 50 പാർട്ട് ആർക്ക് കിട്ടും, എക്സിന് കിട്ടും. അപ്പോൾ 8.5 × 50 പ്ലസ് വിദേശത്ത് എത്രയാണ്, 4.5, 5.5 എത്രയാണ്, 10 ബുക്ക് വിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ ഓഫ് 100 ആണ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 10 ബുക്ക് വിൽക്കും, അതിൽ എത്ര കിട്ടും, 100 കിട്ടും. ഓക്കെ, ഇനി വൈ നോക്കുക. വൈ എന്താണ്, ടോട്ടൽ 8.5 ബുക്കാണ്. അതിൻ്റെ എത്ര കിട്ടും, 30 പാർട്ട് ആർക്ക് കിട്ടും, വൈക്ക് കിട്ടും. പ്ലസ് 10 ബുക്ക്, അതിൻ്റെ 60 പാർട്ട് ആർക്ക് കിട്ടും, വൈക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഡിഫറൻസ് നോക്കുമ്പോൾ എത്രയാണ്, ഇവിടെ ഡിഫറൻസ് എത്രയാണ്, 20 ആണ്. ഇവർ രണ്ടുപേരും കിട്ടുന്ന പൈസൻ്റെ ഡിഫറൻസ് ആണ് 20 ആണ്. അപ്പോൾ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, നേരെ ടോട്ടൽ 8.5 ബുക്കാണ്, അതിൻ്റെ 20. ഇവിടെ ഡിഫറൻസ് നോക്കുമ്പോൾ എത്രയാണ്, 60 ആണ് അല്ലേ. 60 അല്ല 40 ആണ് അല്ലേ. 100ൻ്റെയും 60ൻ്റെ ഡിഫറൻസ് ആണ് 40 ആണ്. അപ്പോൾ അടുത്ത് എന്ത് കിട്ടും, ഡിഫറൻസ് പറഞ്ഞാൽ 40 × 10 കിട്ടും അല്ലേ.
ഈ സമ്മാണ് ചോദിച്ചിട്ടുള്ളത് എത്രയാണെന്നുള്ളത്. കാരണം നമ്മളിവിടെ സെപ്പറേറ്റ് എഴുതിയിട്ട് അതിന് ഡിഫറൻസ് എടുക്കുന്നതാണ് നല്ലത്. എന്ത് ചെയ്താൽ മതി, നേരെ ഇവിടുന്ന് ഡിഫറൻസ് നോക്കുക. ഇവർ രണ്ടുപേർക്കും കിട്ടുന്ന ഓരോ ബുക്കിൻ്റെ റോയൽറ്റിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ 20 അങ്ങനെ എത്ര ബുക്ക് ഉണ്ട്? 2014-15 8.5 ബുക്ക് ഉണ്ട്. ഈ രണ്ടാമത്തെ കേസിലോ ഈ വിദേശത്ത് വിൽക്കുന്ന ഒരു ബുക്കിൻ്റെ റോയൽറ്റിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ രണ്ടുപേർക്ക് 40 അങ്ങനെ എത്ര ബുക്ക് വിൽക്കുന്നുണ്ട്? 10. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മാണ്. അപ്പോൾ 8.5 × 20 എന്ന് പറഞ്ഞാൽ 85 × 2 എത്രയാണ്? 170 പ്ലസ് 40 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400. അപ്പോൾ 170 + 400 എന്ന് പറഞ്ഞാൽ 570. ഏതാണ് ആൻസർ വരും? അപ്പം 570 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 2 സീറോ കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്, അത് മൾട്ടിപ്പിൾ ഓഫ് 100 ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നും എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഡിഫറൻസ് നോക്കുക, എന്നിട്ട് അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ അത്രയും കാൽക്കുലേഷൻ നമുക്ക് റെഡ്യൂസ് ആയി കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ പറയുന്നത് ക്വസ്റ്റ്യനിൽ? അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡി എ എന്ന് വായിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി എടുക്കണം. ഇവിടെ എന്താ പറയുന്നത്? Given bar graph presents the sale of a particular brand of car by 3 showrooms. 3 ഷോറൂമിൻ്റെ സെയിലാണ് പറയുന്നത്. എ ബി സി എന്ന് പറഞ്ഞാൽ 3 ഷോറൂം ഉണ്ട്, മൾട്ടിപ്പിൾ ഓഫ് 100ലാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുക, നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം മൾട്ടിപ്പിൾ 100 നോക്കുക, അല്ലാത്ത എല്ലായിടത്തും പോയിട്ട് × 100 ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ 4 മാസത്തെ കാര്യമാണ് പറയുന്നത്. ഏപ്രിൽ 2016. ഇനി ഇവിടെ എന്താ പറയുന്നത്? എക്കും ബിക്കും ഒരു പ്രശ്നമില്ല, പക്ഷേ സിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? സി ജനുവരിയിൽ വിൽക്കുന്നതിൻ്റെ 15% ഡിഫക്റ്റീവാണ്. അതുപോലെ ഫെബ്രുവരിയിലാണെങ്കിൽ 10%, മാർച്ചിലാണെങ്കിൽ 8%, ഏപ്രിലാണെങ്കിൽ 6% എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ക്വസ്റ്റൻ. എന്താ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കുക. ഇതാണ് ഇപ്പോൾ ഡി എ നമ്മൾ മനസ്സിലാക്കി. ഇനി ക്വസ്റ്റൻ നോക്കുക, വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ് കാർസ് സോൾഡ് ബൈ ഓൾ ഷോറൂംസ് ഡ്യൂറിംഗ് ഏപ്രിൽ 2016. അപ്പോൾ ഏപ്രിൽ 2016 ആണ് വേണ്ടത്. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏപ്രിൽ 2016 കാര്യം മാത്രം നോക്കുക. ടോട്ടൽ എത്ര കാറുണ്ട്? 3.5, 4.5, 2.5, എത്രയാണ്? 8, 2.5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10.5 കാർസ് ഉണ്ട്. ഇതിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഡിഫക്റ്റീവ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഡിഫക്റ്റീവ് ആണ് കാണേണ്ടത്. ഡിഫക്റ്റീവ് ആർക്ക് മാത്രമേ ഉള്ളൂ? ഡിഫക്റ്റീവ് സിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ബി നോക്കണ്ട. സിയിൽ എത്രയുണ്ട്? സിയിൽ ടോട്ടൽ 2.5 കാറുകളുണ്ട്. 2.5 അല്ല, × 100 ആണ്. ഓക്കെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 2.5. ഓക്കെ, അപ്പോൾ 2.5ൻ്റെ എത്ര പെർസെൻറ്റേജ് വരെ ഡിഫക്റ്റീവ് ആണ്? ഏപ്രിൽ മാസത്തിൽ 6% വരെ ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ 2.5ൻ്റെ 6% കാണും. 2.5ൻ്റെ 6% വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനൊന്ന് മാറ്റിയിട്ട് 105ഉം 25 വെക്കാം. നമ്മൾ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ, നമുക്ക് പെർസെൻറ്റേജ് അല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ടോട്ടൽ 105 എടുത്തു. ഇവിടെ സീൻ്റെ എണ്ണം അപ്പോൾ 25 കിട്ടി. അപ്പോൾ 25ൻ്റെ 6% പറഞ്ഞാൽ എത്രയാണ്? 25ൻ്റെ 60% പറഞ്ഞാൽ എത്രയാണ്? 25ൻ്റെ 60% നമുക്കറിയാം. 25ൻ്റെ 10% ആണ് 2.5 ആണ്. 2.5 × 60 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2.5 × 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. അപ്പോൾ 2.5ൻ്റെ 60% പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ 2.5ൻ്റെ 6% എത്ര കിട്ടും? 1.5. അപ്പോൾ ടോട്ടൽ 105 കാർ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? 1.5 കാറുകൾ എന്താണ്? ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ് കാറാണ്. ടോട്ടൽ 105 കാർ ഉണ്ടെങ്കിൽ അതിൽ 1.5 ഡിഫക്റ്റീവ് ആണ്. എന്ത് കിട്ടും? 1.5 ഡിവൈഡഡ് ബൈ 105 × 100. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയൊരു ഫ്രാക്ഷൻ ആണോ? നമുക്ക് മനസ്സിലാവും. 15 ബൈ എത്ര കിട്ടും? 1500. 1.5 × 100 ആണ് 150. 150 ബൈ 105 എത്ര കിട്ടും? 150 105 15 പോകും. എത്ര കിട്ടും? 10/7. അപ്പോൾ 10/7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/7% ആണ്. ഇതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ പെർസെൻറ്റേജിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൾട്ടിപ്പിൾ ഓഫ് 100 നോക്കേണ്ട, നമ്മൾ ഈ വാല്യൂസ് മാത്രം എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? സെയിം ഡി എ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ ഡി എ ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ക്വസ്റ്റ്യൻ എന്താ നോക്കാം? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നോൺ ഡിഫക്റ്റീവ് കാർസ് സോൾഡ് ബൈ സി ടു ദാറ്റ് ഓഫ് ഓൾ കാർസ് സോൾഡ് ബൈ എ ആൻഡ് ബി ഡ്യൂറിംഗ് ജനുവരി മാർച്ച്. അപ്പോൾ ജനുവരി മാർച്ച് വരെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഏപ്രിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ പറയുന്നത്? സി നോൺ ഡിഫക്റ്റീവ് കാർ സോൾഡ് ബൈ സി. സി സെല് ചെയ്തിട്ടുള്ള നോൺ ഡിഫക്റ്റീവ് കാർസിൻ്റെ ടോട്ടൽ കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? എയും ബിയും സെല് ചെയ്തിട്ടുള്ള ടോട്ടൽ കാറിൻ്റെ റേഷ്യോ കാണണം. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്കറിയാം സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? സിക്ക് ഡിഫക്റ്റീവ് ഉണ്ട്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ജനുവരിയിൽ 15% ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? സിയുടെ 85% ആയിരിക്കും നോൺ ഡിഫക്റ്റീവ്. അടുത്താണെങ്കിലോ 10% ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ 90% നോൺ ഡിഫക്റ്റീവ്. അടുത്തതോ 8% ഡിഫക്റ്റീവ്. അപ്പോൾ 92% നോൺ ഡിഫക്റ്റീവ്. പിന്നെ ഏപ്രിൽ മാസം പിന്നെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് മൊത്തം വാല്യൂ സീറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഈസ് ടു ടോട്ടൽ നമ്പർ ഓഫ് കാർസ് സോൾഡ് ബൈ എ ആൻഡ് ബി അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണണം? ലെഫ്റ്റ് സൈഡിൽ നോൺ ഡിഫക്റ്റീവ് കാർസ്. ഓക്കെ, റൈറ്റ് സൈഡിൽ എന്ത് വേണം? ടോട്ടൽ കാർ സോൾഡ് ബൈ എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഓപ്ഷൻ നോക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ്? 177 = 1400, 184 1355,
459, 1300, 255, 1348. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വാല്യൂ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു വാല്യൂ ഉണ്ട്. ഇതിൽ നമുക്ക് കാണാൻ ഏറ്റവും സുഖമുള്ള വാല്യൂ ഏതാണ്? ടോട്ടൽ കാസ്റ്റ് എ എം ബി. കാരണം എ എം ബിന്റെ ടോട്ടൽ കാണണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇത് ആഡ് ചെയ്താൽ മതി. ജനുവരിയിൽ എത്ര ഉണ്ട്? 3 ഉം 6 ഉം. ഫെബ്രുവരിയിൽ എത്ര ഉണ്ട്? 2 ഉം 5 ഉം. മാർച്ചിൽ എത്ര ഉണ്ട്? 5 ഉം 5 ഉം. അപ്പോൾ ടോട്ടൽ എത്ര വരും? 3:6, 3 + 6 9, 9, 11, 16, 16, 5, 5, 26. അതായത് ടോട്ടൽ 26. 2600 കാർസ് എവിടെ സോൾഡ് ചെയ്യുന്നുണ്ട്? ജനുവരി മുതൽ മാർച്ച് വരെ ആര് സെല് ചെയ്യുന്നുണ്ട്? ഈ എയും ബിയും സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് റൈറ്റ് സൈഡിൽ വരുന്ന റേഷ്യോ. ലെഫ്റ്റ് സൈഡിൽ ഇതിന് എന്തോ വാല്യൂ ആയിക്കോട്ടെ, x 2600 വരിക. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തൊരു പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു എന്താണ് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 2600 അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. 2600 അല്ല, 2600ന്റെ ഒരു ഫാക്ടർ ആയിരിക്കും നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1400 അത് 2600ന്റെ ഫാക്ടർ അല്ല. 1385 അതും ഫാക്ടർ അല്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ 1300 എന്താണ്? 2600ന്റെ നേരെ പകുതിയാണ്. അപ്പോൾ ഫാക്ടറാണ്. അപ്പോൾ സി പോസിബിൾ ആണ്. ഈ ഡി നോക്കുമ്പോഴോ 1348 അതും ഫാക്ടർ അല്ല. അപ്പോൾ ഡിയും പറ്റില്ല. അപ്പോൾ പറ്റിയുള്ള ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം? ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് എഴുതിയിട്ട് പോകാം. വെറുതെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഓരോന്ന് നമ്പർ കണ്ടിട്ട് അതിൻ്റെ 85%, അതിൻ്റെ 90%, അതിൻ്റെ 92% ഇങ്ങനെ ഇതൊന്നും കണ്ടിട്ട് ലാസ്റ്റ് വാല്യൂ ചെയ്യാൻ നിൽക്കണ്ട. ഒറ്റയടിക്ക് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? 2600 ആണ്. അതിൻ്റെ ഒരു ഫാക്ടറാണ് 1300. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ നോൺ ഡിഫക്റ്റീവിൻ്റെ പെർസെൻറ്റേജ് കാണാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഈ ഷോർട്ട് കട്ടിൽ എങ്ങനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നോക്കുന്നിടത്താണ് നമ്മളെ കാൽക്കുലേഷൻ്റെ സ്കില്ല് കിടക്കുന്നത്. അല്ലാതെ വെറുതെ ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ എല്ലാവർക്കും പറ്റും. അത് ശരിക്കും ഇത് എങ്ങനെയാണ് വരേണ്ടത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എത്ര വരും? ഫസ്റ്റത്തെ ജനുവരിയിൽ എത്ര സി ഉണ്ട്? 4. 4 വരുമ്പോൾ 400. അപ്പോൾ 400ന്റെ എത്ര വേണം? 15% ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ നോൺ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 85%. ഓക്കെ, അടുത്തത് എന്താണ്? 300. 300ന്റെ 10% ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ 90%. അടുത്തതോ 400. 400ന്റെ എന്താണ്? 80% ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ 92%. അപ്പോൾ അത് ചെയ്ത് നോക്കാം. 400ന്റെ 85% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 85 × 4 എത്രയാണ്? 85 × 4 എന്ന് പറഞ്ഞാൽ 85 × 2 170. 170 × 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 340 കിട്ടും. അടുത്തത് എന്താണ്? 90% ഓഫ് 300 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 × 3 എത്രയാണ്? 270 കിട്ടും. അടുത്തത് 92% ഓഫ് 400 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 92 × 4 എത്രയാണ്? 92 × 4 എന്ന് പറയുമ്പോൾ 9, 8, 36, 368 വരും. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന വാല്യൂ. ഇത് ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ എത്ര വരും? 8, 6, 7, 13 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 11, 17 കിട്ടും. അപ്പോൾ 17 പറയുമ്പോൾ 1 ബാക്കി 3, 6, 8, 9. അപ്പോൾ 978 ലെഫ്റ്റ് സൈഡിൽ വരും, 2600 റൈറ്റ് സൈഡിൽ വരും. ഈ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ രണ്ടിനെയും 200 ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 489:1300 എന്ന് കിട്ടും. ഈ ആൻസറാണ് ശരിക്കും നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോയാൽ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇത്രയും സമയം നമ്മൾ നഷ്ടമാണ്. ആ സമയം നമ്മൾ റൈറ്റ് സൈഡിലെ ഒറ്റ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഒന്നുമില്ല, ഈ 3 കൂട്ടുക, 6 കൂട്ടുക, 2 കൂട്ടുക, 5 കൂട്ടുക, സി ഒഴിവാക്കുക. കാരണം ഓപ്ഷനിൽ ചോദിച്ചിട്ടുള്ള എന്താ? ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള എന്താ? എയും ബിയും ടോട്ടൽ എത്ര കാർ സെയിൽ ചെയ്തിട്ടാണ് റൈറ്റ് സൈഡിൽ വരേണ്ടത് അല്ലേ? റേഷ്യോ റൈറ്റ് സൈഡിൽ എയുടെയും ബിയുടെയും ടോട്ടൽ കാറാണ് വരേണ്ടത്. അപ്പോൾ എക്കും ബിക്കും എന്താ ഡിഫക്റ്റീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ അത് മൊത്തം ആഡ് ചെയ്താൽ മതി. അത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ 26 കിട്ടും. അപ്പോൾ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ 2600 വരും. അപ്പോൾ 2600 ഫാക്ടർ ഏതാ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം? പെട്ടെന്ന് ഷോർട്ട് കട്ടിലൊക്കെ പെട്ടെന്ന് ഡി എ ഒക്കെ ഓരോന്ന് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അല്ല നിങ്ങൾ ബാക്കിയെല്ലാം ചെയ്തിട്ട് ഡി എ ഭയങ്കര സിമ്പിളാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കരുത്. ഡി എ ഓരോന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? പെട്ടെന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സിമ്പിളായിട്ട് ഇത് എങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഡിജിറ്റ് സം യൂസ് ചെയ്യാൻ പറ്റുമോ? യൂണിറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്രോക്സിമേഷൻ പറ്റുമോ? അതല്ലെങ്കിൽ റേഷ്യോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മെത്തേഡ് പറ്റുമോ? അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വേറെ കേസിൽ ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ചില കേസിൽ ആവറേജ് കാണുമ്പോൾ എന്ത് വരും? ഏതോ ഒരു നമ്പർ ഡിവൈഡ് ബൈ 6 വരും. ഇപ്പോൾ ടോട്ടൽ 6. ഇപ്പോൾ 5 ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഡിവൈഡ് ബൈ 6 വരുമ്പോൾ എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കാം. 6 വരുമ്പോൾ ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 6 ഒരു സംഖ്യ ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് അല്ല, ആ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഇൻറ്റിജർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0.66 ആയിരിക്കും, അല്ലെങ്കിൽ 0.33 ആയിരിക്കും. ഓക്കെ, സോറി, ഡിവൈഡ് ബൈ 6 അല്ല, ഡിവൈഡ് ബൈ ഞാൻ ഒന്നും എല്ലാം കളഞ്ഞിട്ടൊന്നും ആദ്യം പറഞ്ഞു. അതായത് ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡ് ബൈ 3 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ് ഒരു യൂണിറ്റ് ഡിജിറ്റ് അല്ല, ആ നമ്പർ ഒരു ഇൻറ്റിജർ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് എന്ത് വരും? 33 വരും, അല്ലെങ്കിൽ ലാസ്റ്റ് എന്ത് വരും? 66 വരും. ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ 100/3 എന്ന് എടുക്കുക. അപ്പോൾ 100/3 എന്തായിരിക്കും? 0.33. ഞാൻ പറഞ്ഞത് ഈ 33 ലാസ്റ്റ് വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോയിന്റോ ഡെസിമൽ എവിടെയൊക്കെ വരുന്നുണ്ടാവും, പക്ഷേ ലാസ്റ്റ് എന്തായിരിക്കും? ഒരു 33 അല്ലെങ്കിൽ ഒരു 66 ആയിരിക്കും. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ഇത് എന്ത് ചെയ്യും? അപ്രോക്സിമേറ്റ് കൊടുക്കാണ്ട് 3, 4 കൊടുക്കും, 6, 7 കൊടുക്കാറുണ്ട്. കാരണം 6 അങ്ങനെ പോവുക ചെയ്യുക. ചിലപ്പോൾ 0.3333, 0.6666 അങ്ങനെ വാല്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 67, 0.34 കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ചില ഓപ്ഷനിലൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ചില ഓപ്ഷനെ കാണുമ്പോൾ അങ്ങനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഡിവൈഡ് ബൈ ഒരു സംഖ്യ ഡിവൈഡ് ബൈ 6 ആണെങ്കിലോ
അതിന് ലാസ്റ്റ് ഡിജിറ്റ് വന്നെങ്കിൽ 0.1666 ആയിരിക്കും, അല്ലെങ്കിൽ 0.3333 ആയിരിക്കും. ഇതിൻ്റെ പോയിന്റ് തന്നെ വരണമെന്നില്ല, ലാസ്റ്റ് 3333. അതുപോലെ തന്നെ 0.5 വരും, അല്ലെങ്കിൽ പിന്നെ 0.666 വരും, 0.8333 വരും. ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്പേഴ്സുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇൻഡിജേഴ്സ് അല്ലാത്ത ഇങ്ങനെ ഡെസിമൽ ആയിട്ടുള്ള ഓപ്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൽ മതി, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി, അല്ല എല്ലാത്തിൻ്റെയും കാൽക്കുലേഷൻ പോയിട്ട് ചെയ്യാൻ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡി എയിൽ നമ്മൾ നല്ലൊരു 10 ക്വസ്റ്റ്യൻ നമുക്ക് കൺസെപ്റ്റ് പറയാൻ പറ്റിയ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പൊതുവെ നോക്കുകയാണെങ്കിൽ ഡി എയിൽ ഭയങ്കര സിമ്പിളാണ്. എന്താണ് കുറേ പെർസെൻറ്റേജ് റേഷ്യോയും കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ, അല്ലെങ്കിൽ ആവറേജ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പഴയ 2017 Tier 2ൻ്റെ ഡി എ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ടഫായിട്ടാണ് പണ്ടൊക്കെ ഡി എ ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡി എ നമുക്കിവിടെ അവസാനിക്കും.